ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയാൽ യുദ്ധത്തിൽ അണിനിരക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ലെബനാനിലെ ഫലസ്തീനികൾ. പോരാടാൻ തങ്ങൾക്കൊട്ടും ഭയമില്ലെന്ന് ബെയ്റൂത്ത് ഷാത്തിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർ വ്യക്തമാക്കുന്നു. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹിസ്ബുള്ളയെയും മറ്റ് പ്രതിരോധ വിഭാഗങ്ങളെയും പിന്തുണയ്ക്കുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ജനസാന്ദ്രതയേറിയ മേഖലകൾ ഇസ്രായേൽ ആക്രമിക്കുമോ എന്നതിൽ പലർക്കും ആശങ്കയുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന് യാതൊരു ധാർമ്മികതയുമില്ല. അവർ മനുഷ്യാവകാശങ്ങൾ പാലിക്കുകയോ കുട്ടികളുടെ അവകാശങ്ങൾ പരിഗണിക്കുകയോ ചെയ്യില്ല. പ്രതികാരം മാത്രമാണ് ഇസ്രായേൽ സൈന്യത്തെ നയിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ ജനറൽ കമാൻഡ് അംഗം അഹദ് മഹർ പറഞ്ഞു. ലെബനാനിലെ 12 അഭയാർത്ഥി ക്യാമ്പുകളിലായി 2.5 ലക്ഷത്തോളം ഫലസ്തീനികൾ കഴിയുന്നുണ്ട്. 1948 ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് പലായനം ചെയ്തവരും അവരുടെ പിന്മുറക്കാരുമാണ് ഇവിടെയുള്ളത്. ഇവിടെ കഴിയുന്ന പലർക്കും ഫലസ്തീനിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് 29-കാരനായ ഹസൻ അബു അലി പറയുന്നു. രാജ്യത്ത് വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ താനും മാതാവും അത്യാവശ്യ സാധനങ്ങൾ മാത്രമെടുത്ത് ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിലേക്ക് പോകും. ഒരു യുദ്ധമുണ്ടായാൽ ധാരാളം ഫലസ്തീനികൾ ഒരുമിച്ച് മടങ്ങാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ക്യാമ്പുകളിലെ ജനങ്ങൾ സംസാരിക്കുന്നതെന്നും ഹസൻ അബു അലി പറഞ്ഞു. ഫലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പോരാളികൾക്ക് അഭയം നൽകിയെന്നായിരിക്കും ഇതിനെ ന്യായീകരിക്കാൻ ഇസ്രായേൽ പറയുക. ക്യാമ്പുകൾ തകർക്കപ്പെട്ടാൽ ഫലസ്തീനിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. പൗരത്വമില്ലാത്ത അഭയാർത്ഥികളായ ഫലസ്തീനികൾ നിയമപരമായ കടുത്ത വിവേചനമാണ് നേരിടുന്നത്. ദാരിദ്ര്യത്തിലാണ് പലരും കഴിയുന്നത്. എനിക്ക് പോകാൻ കഴിയുന്ന സ്ഥലം ഫലസ്തീനോ യൂറോപ്പോ ആണ്. പക്ഷേ യൂറോപ്പിലേക്ക് അനധികൃതമായി പോകണമെങ്കിൽ 12,000 യൂറോ എങ്കിലും വേണം. അത് അസാധ്യമാണെന്നും ഹസൻ അബു അലി കൂട്ടിച്ചേർത്തു. ഹിസ്ബുള്ളയ്ക്കെതിരെ വലിയൊരു യുദ്ധമാണ് ഇസ്രായേൽ ആരംഭിക്കുന്നതെങ്കിൽ പല ചെറുപ്പക്കാരും പോരാടാൻ തയ്യാറാണ്. മറ്റു സംഘടനകളിൽ നിന്നടക്കം ധാരാളം പേരെ ഹമാസിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ലെബനാനിലെ ക്യാമ്പുകളിൽ നിരവധി പ്രതിരോധ പോരാളികളാണുള്ളത്. വലിയൊരു യുദ്ധം വരികയാണെങ്കിൽ തങ്ങൾ ആരും അതിനെ ഭയപ്പെടുന്നില്ല. ഫലസ്തീനെ സ്വതന്ത്രമാക്കാൻ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായ ആയിരക്കണക്കിന് പോരാളികൾ നമുക്കുണ്ട്, ക്യാമ്പിലെ ഹമാസ് അംഗമായ ഫാദി അബു അഹമ്മദ് പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും. എന്നാൽ തങ്ങളുടെ രക്തമാണ് ഫലസ്തീനെ സ്വതന്ത്രമാക്കാൻ നൽകേണ്ട വിലയെന്ന് മിക്ക ഫലസ്തീൻ അഭയാർത്ഥികളും വിശ്വസിക്കുന്നതായി അബു അഹമ്മദ് വ്യക്തമാക്കി. അതേസമയം യുദ്ധത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നതിൽ ഭയമില്ലെന്നും എന്നാൽ ഇളയ സഹോദരിക്കും സഹോദരനും വല്ലതും സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും 20-കാരനായ ഫാദി അബു അഹമ്മദ് പറയുന്നു. ഹിസ്ബുള്ള കൂടുതൽ ശക്തരായതിനാൽ ലെബനാന് നേരെ വലിയൊരു ആക്രമണം ഉണ്ടാകില്ലെന്നാണ് പല ഫലസ്തീനികളും പ്രതീക്ഷിക്കുന്നത്. ഇറാൻ നിർമ്മിത ഗൈഡഡ് മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ കൈവശമുള്ളതിനാൽ ഇസ്രായേൽ വലിയൊരു യുദ്ധത്തിന് തുനിയില്ലെന്ന പ്രതീക്ഷയിലാണ് അവർ. എന്നാൽ തീവ്ര വലതുപക്ഷക്കാരെ തൃപ്തിപ്പെടുത്താനും അധികാരം നിലനിർത്താനുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹമാസ് അംഗമായ ഫാദി അബു അഹമ്മദ് വ്യക്തമാക്കുന്നു. നെതന്യാഹു ഒരു കുറ്റവാളിയാണ്. ലെബനാനിൽ ഒരു യുദ്ധമുണ്ടായാൽ ഫലസ്തീനുകൾ ഉൾപ്പെടെ സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെടും. ഇവിടം ഗസയ്ക്ക് സമാനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് വലിയ ആക്രമണമാണ് വടക്കൻ മേഖലയിൽ ഹിസ്ബുള്ള നടത്തുന്നത്. ആക്രമണം കാരണം വടക്കൻ ഇസ്രായേലിൽ നിന്ന് നിരവധി പേരാണ് വീട് വിട്ട് പോയിട്ടുള്ളത്. ഇതിനെതിരെ ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇതിനെതിരെ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നതും പ്രധാനമാണ്.